ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് PM കിസാന്റെ ഫാർമർ രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാമെന്നുള്ളത് വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ PM കിസാന്റെ ഫാർമർ രജിസ്ട്രേഷൻ പോർട്ടൽ ഒന്നെങ്കിൽ കൃഷിഭവൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ തനിയോ അതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ഈ പറയപ്പെടുന്ന ടാക്സ് റെസിപ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആധാർ ഇൻഫർമേഷൻ ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഫാർമർ രജിസ്ട്രേഷൻ എൻറോൾമെന്റ് നടത്തിയിട്ടുണ്ടോ. എൻറോൾമെന്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു എൻറോൾമെന്റ് ID വന്നിട്ടുണ്ടോ, അത് വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് ഫാർമർ രജിസ്ട്രി പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാനാണ്. അതിങ്ങനെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഫാർമർ എൻറോൾമെന്റ് സ്റ്റാറ്റസ് ചെക്ക് എന്ന് കൊടുക്കുക. ഫാർമർ എൻറോൾമെന്റ് സ്റ്റാറ്റസ് ചെക്ക് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫാർമർ രജിസ്ട്രി KLFR agristack.gov.in ഫാർമർ രജിസ്ട്രി എന്ന് കിട്ടും. നിങ്ങൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഫാർമർ രജിസ്ട്രി എന്ന് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്ന് കാണും. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്ന് കാണും. ഒന്നെങ്കിൽ എൻറോൾമെന്റ് ID വെച്ചിട്ടോ ആധാർ നമ്പർ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എളുപ്പം ആധാർ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാനായിട്ടാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ അതിനുശേഷം ചെക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ പറയപ്പെടുന്ന ആളുടെ ആധാർ നമ്പർ, സെൻട്രൽ ID എന്താണ്, ദെൻ സ്റ്റാറ്റസ് അപ്രൂവൽ സ്റ്റാറ്റസ് ഒന്നെങ്കിൽ പെൻഡിംഗ് എന്ന് കാണിക്കും അല്ലെ അപ്രൂവൽ എന്ന് കാണിക്കും. അപ്രൂവൽ ആണ് ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പം റിജക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അപ്രൂവൽ അല്ലെ റിജക്ഷന്റെ ഡേറ്റ് ഇവിടെ കാണിക്കും. റിജക്ഷന്റെ റീസൺ ഫോർ എക്സാമ്പിൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡോക്യുമെന്റിൽ തെറ്റുണ്ടോ, നിങ്ങളുടെ മുഴുവൻ ഡോക്യുമെന്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലേ, ആ വക എന്ത് റീസൺ ആണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഐദർ പെൻഡിംഗ് ആവും അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ റിജക്ഷൻ ആയിരിക്കും. അപ്പോൾ ഏതാണ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഇതിനെ കയറി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ഫാർമറുടെ പേര് എന്താണ്, എന്നാണ് എൻറോൾമെന്റ് നടത്തിയത്, സോ നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, പെൻഡിംഗ് ആണോ അപ്രൂവ്ഡ് റിജക്ഷൻ ആണോ എന്ന് അറിയാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ പ്രൊസീജിയർ ഉള്ളൂ. അഗ്രിസ്റ്റാക്കിന്റെ വെബ്സൈറ്റിൽ കയറുക, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.